ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഔട്ട്ഡോർ വീഡിയോ ചെയ്യാമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ മഴ കാരണം പറ്റിയില്ല. പുറത്തിപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 5 ദിവസമായിട്ട് മഴയുണ്ടാവും എന്നൊക്കെ അറിയിപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലാംഗ്വേജ് റിലേറ്റഡ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നാടൻ രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് യൂസ് ചെയ്യുക, ഇംഗ്ലീഷിൽ അതിന് തുല്യമായിട്ട് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്ത് പ്രയോഗമാണുള്ളത്. അപ്പോൾ നമ്മൾ ചില കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സംഭവം എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നൊക്കെ ചോദിച്ചിട്ട്, മുമ്പ് നമുക്കറിയാം ഈ എത്രാമത്തെ എന്നതിന് ഇംഗ്ലീഷ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടൊരു പിന്നെ വൈറലായിട്ട് ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ ചില പ്രയോഗങ്ങൾ നമുക്കത് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോമഡി ആയിട്ട് പറയുന്ന പോലെ ഇറ്റ് വിൽ നോട്ട് വാക്ക് എന്നൊക്കെ പറയേണ്ടി വരും. അത് നടക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറ്റ് വിൽ നോട്ട് വാക്ക് എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ. അത് കറക്റ്റായിട്ടുള്ള രീതിയല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് അത് പറയാതെ തന്നെ അറിയാം. നമ്മൾ മലയാളത്തിൽ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പറയാതെ തന്നെ അറിയാം എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതിന് ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം? അപ്പോൾ അത് പറയാതെ തന്നെ അറിയാം, അതിൻ്റെ ഇംഗ്ലീഷ് ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. സിമ്പിളാണ്. നമുക്ക് ആ പറഞ്ഞ മലയാളം അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം ഇതിന് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ് എന്നാണ്. അത് പറയാതെ തന്നെ അറിയാം. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയാൻ എളുപ്പമാണ്, ചെയ്യാനാണ് പാട് എന്നുള്ള അർത്ഥത്തിൽ പറയാറില്ലേ. അതായത് അത് പറയാൻ എളുപ്പമാണ് എന്ന രീതിയിൽ പറയും. അപ്പോൾ അതിന് എക്വിവലൻ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എന്താണ് ഉപയോഗിക്കാൻ പറ്റുക? ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ഈസിയർ സെഡ് ദാൻ ഡൺ എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ഈസിയർ സെഡ് ദാൻ ഡൺ. അതായത് അത് പറയാൻ എളുപ്പമാണ്, ചെയ്യാനാണ് പാട് എന്ന അർത്ഥത്തിൽ. അടുത്തൊന്ന് നോക്കാം. അതായത് നമ്മൾ ചില സമയത്ത് ഉപയോഗിക്കാറുണ്ട്, പിന്നെ അത് ചെയ്തുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ അവിടെ പോയതുകൊണ്ടൊരു കാര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ, അവനോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ആ രീതിയിലൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് തുല്യമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ്? ഇംഗ്ലീഷ് പൊതുവെ പറയുന്നത് ഇറ്റ് ഈസ് നോ യൂസ് ഡൂയിങ്. ഇറ്റ് ഈസ് നോ യൂസ് ഡൂയിങ് ഇറ്റ്. അത് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇറ്റ്സ് നോ യൂസ് ഗോയിങ് ദർ. അവിടെ പോയതുകൊണ്ട് കാര്യമില്ല. ഇറ്റ്സ് നോ യൂസ് ടോക്കിംഗ് ടു ഹിം. ആ രീതിയിലൊക്കെ ഇറ്റ് ഈസ് നോ യൂസ് ഡൂയിങ്. ഈ രീതിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ ഈ വാച്ച്, സമയം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ആരെങ്കിലും സമയം ചോദിച്ചാലോ മറ്റോ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും എൻ്റെ വാച്ചിൽ ഇത്ര സമയമായി എന്നൊക്കെ പറയും അല്ലേ, എൻ്റെ വാച്ചിൽ. അപ്പോൾ അത് നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ സാധ്യത ഇൻ മൈ വാച്ച് എന്നാണ്. ഓക്കെ, ഇറ്റ്സ് 2 o'clock ഇൻ മൈ വാച്ച്. എൻ്റെ വാച്ചിൽ 2 മണിയായി എന്നൊക്കെ. പക്ഷേ കറക്റ്റ് പറയേണ്ടത് ഇറ്റ്സ് 2 o'clock ബൈ മൈ വാച്ച് എന്നാണ്. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ, അതായത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനായിട്ട് എൻ്റെ വാച്ചിൽ ഇത്ര സമയമായി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഇൻ മൈ വാച്ച് എന്ന് ഉപയോഗിക്കരുത്. അതിന് പകരം ബൈ മൈ വാച്ച് എന്നാണ് കറക്റ്റ് യൂസേജ്. ഓക്കെ, അപ്പോൾ ഇത്ര കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വാക്കിൻ്റെ സംഭവമില്ലേ, നടക്കില്ല എന്ന് പറയുന്ന, ഇറ്റ് വിൽ നോട്ട് വാക്ക്, അങ്ങനെ അത് നടക്കില്ല എന്ന് പറയുന്ന. അപ്പോൾ ശരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഇറ്റ് വിൽ നോട്ട് വർക്ക് എന്നാണ്. അത് നടക്കില്ല, ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് പിന്നെ കാര്യങ്ങളുണ്ട് നമ്മൾ ഡയറക്റ്റ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള യൂസേജസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.